പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സാഗറിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവുകൾ ഇപ്പോൾ വന്നു സംഭവിക്കുകയാണ്. ഒടുവിൽ സാഗറും കുടുംബവും നാട്ടിലേക്ക് തിരികെ എത്തുന്നു. ഇതോടെ കൃപയെ ചെന്ന് കാണുന്ന കൃഷ് കാര്യങ്ങൾ ചോദിക്കുകയാണ്. എന്തിനാണ് കൃപ, നീ ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനമെടുത്തത്? അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. നമ്മൾ കേസുമായി ശക്തമായി മുന്നിലേക്ക് പോകണം. അല്ലാതെ ഇപ്പോൾ പിന്മാറിയാൽ അവൻ വിചാരിക്കില്ലേ നമ്മൾ പേടിച്ചിട്ടാ പിന്മാറിയത് എന്ന്? അതല്ല ചേട്ടാ, കാര്യങ്ങൾ ഇനിയും കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. ഞാനിപ്പോൾ പൂർണ്ണ ആരോഗ്യത്തോടെ തിരികെ എത്തിയില്ലേ, അതുകൊണ്ട് ഇനി ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല. പക്ഷേ എനിക്ക് ആ ബലരാമനെ ഒട്ടും ഇഷ്ടമല്ല എന്നതാണ് സത്യം. അവനെ കൊടുക്കണം. നല്ലൊരു അവസരമായിരുന്നു ഇത്. ഇപ്പോൾ നീ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് എന്തായാലും ഇനി നിന്റെ ആഗ്രഹം പോലെ കാര്യങ്ങൾ നടക്കട്ടെ. നമ്മളായി അതിനൊരു തടസ്സം നിന്നു എന്ന് വേണ്ട. ചേട്ടാ, നമുക്ക് ഇനി അടുത്തത് ചെയ്യേണ്ടത് ചേട്ടന്റെ വിവാഹമാണ്. കൺമണി ചേച്ചിയുമായുള്ള വിവാഹം. മാനസിയെ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ആ കാര്യം എത്രയും പെട്ടെന്ന് നടത്തണം. ഇല്ലെങ്കിൽ വീണ്ടും ഓരോ പ്രശ്നങ്ങളുമായി മാനസ മുന്നിലേക്ക് വരും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. അത് നീ പറഞ്ഞത് ഞാൻ സമ്മതിക്കും. കാരണം അവൾ അങ്ങനെയൊരു പെണ്ണ് തന്നെയാണ്. അവസരം കാത്തിരിക്കുകയാണ് എൻ്റെ ജീവിതത്തിലേക്ക് കയറുന്നതിന് വേണ്ടി. അതുകൊണ്ട് തന്നെ അവളെ ബുദ്ധിപൂർവം ബ്ലോക്ക് ചെയ്യാൻ തന്നെയാണ് ഞാനും ആലോചിച്ചത്. എന്തായാലും ഞാൻ അച്ഛനോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിനൊരു തീരുമാനം അധികം വൈകാതെ തന്നെ ഉണ്ടാക്കണം എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ഇതേ തുടർന്നാണ് അവിടേക്ക് ആന്റിയമ്മ വരുന്നത്. ഇതോടെ ആന്റിയമ്മയോടും വിവാഹത്തിന്റെ കാര്യം വ്യക്തമാക്കുകയാണ് കൃഷ്. ഇനി ആരുടെ ഭീഷണിക്ക് മുന്നിലും വഴങ്ങാൻ ഞാൻ തയ്യാറല്ല. കുടുംബത്തിന്റെ അഭിമാനമൊന്നും ഞാൻ നോക്കുന്നില്ല. ആര് അപമാനിക്കപ്പെട്ടാലും ഞാൻ എൻ്റെ ആഗ്രഹത്തിൽ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും. ഇതോടെ ആന്റിയമ്മയ്ക്ക് തിരിച്ചടിയാകുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.